Hello, dear students. In the last class, we discussed about what is an algorithm, then what are the different representation that we can use to represent a graph as an input. Okay, so in this video, we are going to discuss about some of the algorithms. The first algorithm is algorithm used for finding connectedness of a graph and finding the components. That means we have to determine whether a graph is connected or not. If the graph is disconnected, that means it is not connected, we have to find the components. Okay, if the graph is connected, it means it consists of only one component. If the graph is disconnected, means it consists of many components and we have to find out the components. Okay, so this algorithm can be used to determine the connectedness and components of a given graph, that is whether a graph is connected or not. If disconnected, we have to determine the components. അതായത് നമുക്കൊരു ഗ്രാഫ് തന്നാൽ ആ ഗ്രാഫ് കണക്റ്റഡ് ആണോ അതോ ഡിസ്കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തത്. ഇൻ കേസ് കണക്റ്റഡ് ആണെങ്കിൽ അതിനകത്ത് ഒരൊറ്റ കമ്പോണൻറ്റ് മാത്രമേ കാണൂ. അതല്ല ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിനകത്ത് കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ വൺ കമ്പോണൻറ്റ്, ദാറ്റ് മീൻസ് മിനിമം 2 കമ്പോണൻസെങ്കിലും കാണും. അപ്പോൾ ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ആ കമ്പോണൻസിനെയും കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഇൻ ദിസ് കേസ് ഹിയർ വി ആർ യൂസിങ് ദ അഡ്ജസൻസി മെട്രിക്സ് ഓഫ് എ ഗ്രാഫ് ഈസ് യൂസ്ഡ് ആസ് എൻ ഇൻപുട്ട്. ഇവിടെ നമ്മൾ ഒരു ഗ്രാഫ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജസൻസി മെട്രിക് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അൽഗോരിതം. സോ the basic or the main procedure in this algorithm of fusion of adjacent vertices. അതായത് നമുക്ക് ഗ്രാഫ് തരുമ്പോൾ ആ ഗ്രാഫിൽ നിന്ന് ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ദാറ്റ് മീൻസ് മെയിൻലി നമ്മൾ ഇനിഷ്യൽ വേർട്ടെക്സ് തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ദെൻ ആ വേർട്ടിസസ് ഏതൊക്കെ വേർട്ടിസസുമായിട്ടാണോ അഡ്ജസൻ്റ് ആയിട്ടുള്ളത്, ഓക്കെ, വി ഹാവ് ടു ഫ്യൂസ് ദ ഫസ്റ്റ് വേർട്ടെക്സ് വിത്ത് ദ അഡ്ജസൻറ്റ് വേർട്ടിസസ്. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് ഒരു വേർട്ടെക്സ് എടുക്കുക, ആ വേർട്ടെക്സുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് വേറെ ഏതൊക്കെ വേർട്ടിസസ് ഉണ്ടോ അതിനെയെല്ലാം നമ്മൾ ഈ ഫസ്റ്റ് വേർട്ടെക്സുമായിട്ട് ഫ്യൂസ് ചെയ്യുക. Okay, after completing the fusion, we again take the first vertex and we have to check whether any adjacent vertices still exist. Okay, for example, നമുക്ക് V1 adjacent V2 V3 ആണെങ്കിൽ V2ഉം V3യും V1ഉമായിട്ട് ഫ്യൂസ് ചെയ്യുക. ദെൻ ആ ഫ്യൂസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ V1ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും വേർട്ടിസസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അതും V1ഉമായിട്ട് ഫ്യൂസ് ചെയ്യുക. Okay, so we have to start with some vertex in the graph and fuse all the vertices that are adjacent to it. Okay, ഒരു വേർട്ടെക്സ് എടുക്കുക, ആ വേർട്ടെക്സുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ളവരെല്ലാം കറസ്പോണ്ടിങ് വേർട്ടെക്സുമായിട്ട് ഫ്യൂസ് ചെയ്യുക. Then take the fused vertex and again fuse with it all those vertices that are adjacent to it now. ഓക്കെ, അപ്പോൾ ആദ്യമേ ഒരു വേർട്ടെക്സ് എടുത്തിട്ട് അതുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ളവരെല്ലാം ഫ്യൂസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ ഫ്യൂസ് ചെയ്ത വേർട്ടെക്സ് തന്നെ എടുത്ത് ഇനി ആരെങ്കിലും അഡ്ജസൻ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക, അതിനെയും ഫ്യൂസ് ചെയ്യുക. ആൻഡ് ദിസ് ഫ്യൂഷൻ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അൺടിൽ നോ മോർ വേർട്ടിസസ് ക്യാൻ ബി യൂസ്ഡ്. ഇനി വേർട്ടിസസ് ഒന്നും, അതായത് നമ്മൾ ആദ്യം എടുത്ത വേർട്ടെക്സിൻ്റെ കൂടി ഇനി ഒരു വേർട്ടിസസ് നമുക്ക് ഫ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരുന്നത് വരെ ഈ ഫ്യൂഷൻ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. Okay, this indicates that a connected component has been fused to a single vertex. Okay, അതായത് നമ്മളൊരു വേർട്ടെക്സ് എടുത്ത് അതുമായിട്ട് അഡ്ജസൻറ്റ് വേർട്ടിസസ് എല്ലാം ഫ്യൂസ് ചെയ്ത് ഫൈനലി ഇനി ഒരു വേർട്ടിസസും ഇല്ലാത്തൊരു സ്റ്റേജ് വരുവാണെങ്കിൽ അതിനർത്ഥം നമ്മൾ എല്ലാ വേർട്ടിസസും കൂടെ ഫ്യൂസ് ചെയ്ത് നമുക്കൊരു സിംഗിൾ വേർട്ടെക്സ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രാഫിൽ മൾട്ടിപ്പിൾ വേർട്ടിസസ് ഉണ്ടെങ്കിൽ ആ വേർട്ടിസസിനെ എല്ലാം നമുക്ക് ഫ്യൂഷൻ പ്രൊസീജിയറിലൂടെ ഫ്യൂസ് ചെയ്തൊരു സിംഗിൾ വേർട്ടെക്സ് ആണ് ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം ആ ഗ്രാഫിൽ ഒരു കമ്പോണൻറ്റേ ഉള്ളൂ, അതർവൈസ് ദ ഗ്രാഫ് ഈസ് കണക്റ്റഡ്. ദാറ്റ് മീൻസ് ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിൽ ഈ ഫ്യൂഷൻ പ്രോസസ്സ് വഴി നമുക്ക് അതിലുള്ള വേർട്ടിസസിനെ എല്ലാം ഫ്യൂസ് ചെയ്ത് ലാസ്റ്റ് സിംഗിൾ ഒരു വേർട്ടെക്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഒരു സിംഗിൾ വേർട്ടെക്സ് ഔട്ട്പുട്ട് കിട്ടിയില്ല എങ്കിൽ അതിനർത്ഥം ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്നാണ്. ഓക്കെ, ഇഫ് ദിസ് എക്സോസ്റ്റ് ദാറ്റ് മീൻസ് ക്യാൻസൽസ് എവറി വേർട്ടെക്സ് ഇൻ ദ ഗ്രാഫ് വിച്ച് മീൻസ് ഗ്രാഫ് ഈസ് connected. Otherwise we have to start with, that means
അതർവൈസ് മീൻസ് ഗ്രാഫ് നമുക്ക് ഫ്യൂഷൻ പ്രോസസ്സ് വഴി സിംഗിൾ വേർട്ടെക്സ് കിട്ടിയില്ല എങ്കിൽ അതിനർത്ഥം ആ ഗ്രാഫ് കണക്റ്റഡ് അല്ല, ഡിസ്കണക്റ്റഡ് ആണെന്നാണ്. ആ കേസിൽ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് എ ന്യൂ വേർട്ടെക്സ് ഇൻ എ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് ആൻഡ് കണ്ടിന്യൂ ദ ഫ്യൂസിങ് ഓപ്പറേഷൻസ്. ഓക്കെ, നമുക്ക് എക്സാമ്പിളിലൂടെ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകും. ഓക്കെ, സോ വി ആർ യൂസിങ് ദിസ് അൽഗോരിതം ടു ഫൈൻഡ് വെദർ എ ഗ്രാഫ് ഈസ് കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ്. ഡിസ്കണക്റ്റഡിൻ്റെ കേസിൽ നമ്മൾ കമ്പോണൻസും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂസിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഒരു വേർട്ടെക്സ് എടുക്കുക, ആ വേർട്ടെക്സിനെ അതിലായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ വേർട്ടിസസുമായിട്ടും ഫ്യൂസ് ചെയ്യുക. അങ്ങനെ ആ ഫ്യൂസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫിലുള്ള എല്ലാ വേർട്ടിസസും കൂടി സിംഗിൾ വേർട്ടെക്സ് ആയിട്ട് ഫ്യൂസ് ചെയ്ത് കിട്ടുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഗ്രാഫ് ഈസ് കണക്റ്റഡ്. അതർവൈസ് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു വേർട്ടെക്സ് എടുത്ത് ഫ്യൂസിങ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. Okay, then the next question is, what is this fusing procedure? എന്താണ് ഫ്യൂഷൻ ഓഫ് ദ വേർട്ടെക്സ്? ഇറ്റ് ഈസ് നത്തിങ്, വി ഹാവ് ടു ടേക്ക് ടു വേർട്ടിസസ്. നമ്മൾ 2 വേർട്ടിസസ് എടുക്കണം. ഫോർ എക്സാമ്പിൾ VA ആൻഡ് VJ എടുക്കുകയാണെങ്കിൽ ഫ്യൂസിങ് പ്രോസസ് മീൻസ് വി ഹാവ് ടു ലോജിക്കൽ add or logical or operations of ith row and jth row and logically add ith column and jth column. Then we have to discard the jth row and jth column. Okay, that means for example if we take 2 vertices v1 and v2 from the adjacent matrix, നമുക്കൊരു adjacency matrix ആയിരിക്കുമല്ലോ ഇൻപുട്ട് ആയിട്ട് തരുന്നത്. അതിൽ നിന്ന് v1 v2 എന്ന് പറഞ്ഞ് 2 വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ v1 v2 v3 v4 ഫോർ എക്സാമ്പിൾ v1 v2 v3 v4 നമ്മുടെ ഒരു adjacent matrix ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് v1ഉം v2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ v1ൻ്റെയും v2ൻ്റെയും റോ കറസ്പോണ്ടിങ് റോ വാല്യൂസ് നമ്മൾ ലോജിക്കൽ ആഡ് ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഓർ ഓപ്പറേഷൻ മീൻസ് 2 വാല്യൂസും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, 2 വാല്യൂസും 1 or 0 ആണെങ്കിലും ഔട്ട്പുട്ട് 1 ആയിരിക്കും, 2 വാല്യൂസ് 0 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 0 ആവുള്ളൂ. ഓക്കെ, സോ ഓർ ഓപ്പറേഷൻ മീൻസ് ഇഫ് ദ 2 വാല്യൂസ് ആർ 0 ഇറ്റ് മീൻസ് 0, അതർവൈസ് ഓൾ ദ ഔട്ട്പുട്ട്സ് ആർ വൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റോ വൈസ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ദെൻ ആ ഓർ ഓപ്പറേഷൻ്റെ റിസൾട്ട് നമ്മൾ ഫസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതും. ദെൻ v1നും v2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക, ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ദെൻ ആ കിട്ടുന്ന റിസൾട്ട്, ഓർ ഓപ്പറേഷൻ്റെ റിസൾട്ട് v1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിൽ എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ v2 അതായത് സെക്കൻഡ് എടുക്കുന്ന വേർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും സെക്കൻഡ് എടുക്കുന്ന വേർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കോളവും നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ആ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആയിരിക്കും ഫ്യൂസിങ് പ്രൊസീജിയറിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ 2 വേർട്ടെക്സ് എടുക്കുക. ഈ എടുക്കുന്ന വേർട്ടെക്സസ് എന്ന് പറയുന്നത് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് ആയിരിക്കും. അപ്പോൾ റോ വൈസും ആ വേർട്ടിസസിന് കറസ്പോണ്ടിങ് റോയും നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക, അതുപോലെ കോളം വൈസും ലോജിക്കൽ ആഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. കിട്ടുന്ന റിസൾട്ട് ഫസ്റ്റ് വേർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയിലും കോളവും എഴുതുക. ദെൻ സെക്കൻഡ് വേർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ഫ്യൂസിങ്ങിന് കിട്ടുന്ന ഔട്ട്പുട്ട്. Okay, then the maximum number of fusions may be had to be performed is n-1 and the execution time of this algorithm is proportional to n into n-1. Okay, then there is a flow chart for this. അപ്പോൾ നിങ്ങൾക്ക് അൽഗോരിതം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൽഗോരിതം ഡിസ്ക്രിപ്ഷൻസിന് അതിൽ കൂടെ ഫ്ലോ ചാർട്ടും കൂടെ എഴുതണം. ചില കേസിൽ എക്സാമിന് ഫ്ലോ ചാർട്ട് എടുത്തായിരിക്കും ചോദിക്കുന്നത്, അപ്പോൾ ഫ്ലോ ചാർട്ട് കമ്പൽസറി ആയിട്ടും എഴുതണം. ഓക്കെ, അപ്പോൾ ഫ്ലോ ചാർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോകാം. എക്സാമ്പിൾസ് കഴിയുമ്പോഴത്തേക്കും ഫ്ലോ ചാർട്ട് പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, സോ ഹിയർ വി ആർ ഗിവൻ എ ഗ്രാഫ്. ഓക്കെ, കൺസിസ്റ്റിംഗ് ഓഫ് 4 vertices v1 v2 v3 ആൻഡ് v4. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്റ്റഡ്നെസ്സിൻ്റെ കേസിൽ ഈ അൽഗോരിതത്തിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഗ്രാഫിൽ ഇൻപുട്ട് എന്ന് പറയുന്ന അഡ്ജസൻസി മെട്രിക്സ് ആണ്. സോ ഹിയർ v1 v2 v3 v4 4 റോസ്, v1 v2 v3 v4 4 കോളംസ്. ദെൻ അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് എഴുതുക. എങ്ങനെ അഡ്ജസൻസി മെട്രിക്സ് എഴുതുന്നത്? നമ്മൾ v1ൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള v3 v2, v2ന് അഡ്ജസൻ്റ് ആയിട്ടുള്ളത് v1 v4, v3ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ളത് v1 v4, then v4ന് അഡ്ജസൻ്റ് ആയിട്ടുള്ള v3 v2. ഓക്കെ, വി കംപ്ലീറ്റഡ് ദ അഡ്ജസൻസി മെട്രിക്സ്. ദെൻ നെക്സ്റ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്മളിവിടെ v1 ആണ് എടുക്കുന്നത്. ഓക്കെ, v1 ആണ് നമ്മൾ ഫസ്റ്റ് എടുത്ത വേർട്ടെക്സ്.
അപ്പോൾ V1 എടുക്കുമ്പോൾ V1-ഉമായിട്ട് അഡ്ജസൻറ്റ് ആരൊക്കെയുണ്ടെന്ന് നോക്കണം. ആരൊക്കെയുണ്ട്? V2 ഉണ്ട്, V3 ഉണ്ട്. ദാറ്റ് മീൻസ് 1 വന്ന പൊസിഷനിൽ വരുന്നവർ. V2 ഉണ്ട്, V3 ഉണ്ട്. ഇനി എത്ര നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് ഉണ്ട് V1-ന്? V4 മാത്രം. സോ നമ്പർ ഓഫ് നോൺ അഡ്ജസൻസ് ഈസ് 1, ദാറ്റ് ഈസ് V4. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് V1-ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ളത് V2-ഉം V3-യും ആയിരുന്നു. അതിനെ 1 by 1 ആയിട്ട് V1-ഉമായിട്ട് ഫ്യൂസ് ചെയ്യാം. V1-ഉം V2 ആയിട്ട് ഫ്യൂസ് ചെയ്യുക, ദെൻ V1-ഉം V3 ആയിട്ട് ഫ്യൂസ് ചെയ്യാം. ഓക്കെ. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ V1-ഉം V2 ആയിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. ഫ്യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ V1-ഉം V2-ഉം ഫ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് V1-ൻ്റെയും V2-ൻ്റെയും റോ എഴുതുക. റോ എടുക്കുമ്പോൾ അതിൻ്റെ ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് 0 1 1 1 0 1 1 0 1 1 0 1. ഓക്കെ, ഇതാണ് റോ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, ദെൻ കോളം വൈസ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ V1-നും V2-നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം വൈസ് ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ആദ്യത്തിൻ്റെ റിസൾട്ട് 1, രണ്ടാമത്തേൻ്റെ റിസൾട്ട് 0 1 1 0 1, നെക്സ്റ്റ് ദിസ് 1 1 ആൻഡ് ദിസ് വൺ ഓൾസോ 1. ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന ലോജിക്കൽ ഓപ്പറേഷൻ്റെ റിസൾട്ട്, അതായത് V1 V2 V3 V4 V1 V2 V3 V4. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഓർ ഓപ്പറേഷൻ റോ വൈസ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് V1-ന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. ദെൻ കോളം വൈസ് ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്ന കിട്ടുന്ന റിസൾട്ടും V1-ന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. റിമൈനിങ് നമുക്ക് ഈ മെട്രിക്സ് തന്നിരിക്കുന്ന വാല്യൂസ് തന്നെ 0 0 1 0 0 1 1 1 0. ഇനി ലോജിക്കലി ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് റോ വൈസ് കോളം വൈസ് അതിൻ്റെ ആൻസേഴ്സ് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെക്കൻഡ് റോയും സെക്കൻഡ് കോളോയും നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് കോളം ആൻഡ് സെക്കൻഡ് റോ. സോ ദ റിമൈനിങ് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്? V1 V3 V4 V1 V3 V4 V1 V3 V4 V1 V3 V4 1 1 1 1 0 1 1 1 0 1 1 1 1 0 1 1 1 0. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് V1-ഉം V3-യും V2-ഉം ഫ്യൂസ് ചെയ്ത്. മനസ്സിലായോ? നമുക്ക് ആദ്യം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ വേർട്ടെക്സ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ V1-ഉം V2-നും കറസ്പോണ്ടിങ് റോ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. കിട്ടുന്ന റിസൾട്ട് V1-ന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം. V1 V2 കോളം ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. കിട്ടുന്ന റിസൾട്ട് V1 കോളം കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. ദെൻ V2-ൻ്റെ റോയിങ് കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ V1-ഉം V2 നമ്മൾ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്? V1-ഉം V3-യും ആയിട്ട് നമ്മൾ ഫ്യൂസ് ചെയ്യാം. V1-ഉം V3-യും ആയിട്ട് ഫ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ V1-ഉം V3 ആയിട്ട് ഫ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ V1-ഉം V3-യും ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ? ആദ്യമേ V1-നും V3-ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ഫ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് 1 1 1. ഓക്കെ, അപ്പോൾ 1 1 1. ഓക്കെ, ഇനി V1-നും V3-ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ഫ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് 1 1 1. ഓക്കെ, 1 1 1. V1 V3 V4 V1 V3 V4 റിമൈനിങ് വാല്യൂസ് അതുപോലെ തന്നെ എഴുതുക. 0 1 1 0. ഇനി എന്താ? നമ്മളിവിടെ ലോജിക് ഫ്യൂസിങ് പ്രോസസ്സ് കഴിയുമ്പോൾ എന്താ? V3-ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും റോയും നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ റിസൾട്ടൻ വരുന്നത് V1 V4 V1 V4 1 1 1 0. ഓക്കെ, V1 V4 V1 V4 1 1 1 0. ഓക്കെ, V1 V3 ഫ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് V1-ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ളത് V2 ആൻഡ് V3 ആയിരുന്നു. V2 ടു V1 ഫ്യൂസ് ചെയ്തു, V3 ടു V1 ഫ്യൂസ് ചെയ്തു. ആൻഡ് ദ റിസൾട്ടൻ മാട്രിക്സ് ലൈക്ക് ദിസ്. ഓക്കെ, കിട്ടി. ഇനി എന്താണ്? ഇനി നമ്മൾ അപ്പം വീണ്ടും നമുക്ക് ആദ്യം കിട്ടിയ V1-ൽ നിന്ന് V2-ഉം V3-യും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ? വീണ്ടും ഈ V1 തന്നെ എടുത്തിട്ട് V1-ഉമായിട്ട് ഇനി അഡ്ജസൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ കേസിൽ V1-ഉമായിട്ട് V4 എന്തായിരുന്നു? നോൺ അഡ്ജസൻ്റ് ആയിരുന്നു. ബട്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫ്യൂസിങ് പ്രൊസീജിയർ ഓഫ് V1 വിത്ത് V2 ആൻഡ് V3 ദിസ് V4 ബിക്കംസ് അഡ്ജസൻ്റ് ആയി. ലോജിക്കൽ ഓർ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ V4 എന്തായി? അഡ്ജസൻ്റ് ആയി. പിന്നെ എന്താ? ഈ V1-ഉമായിട്ട് V4-ഉം കൂടെ നമ്മൾ ഫ്യൂസ് ചെയ്യും. ഓക്കെ,
അപ്പോൾ V1 ആയിട്ട് V4 ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ, ഈ രണ്ട് റോസും ഫ്യൂസ് ചെയ്യുമ്പോൾ 1 1 1 1, ഈ രണ്ട് കോളംസും ഫ്യൂസ് ചെയ്യുമ്പോഴും 1 1 0. ദെൻ V4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ആൻഡ് കോളം നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഫൈനലി ദ റിസൾട്ട് ഈസ് ലൈക്ക് ദിസ്. ഇപ്പോൾ എന്ത് മനസ്സിലായി, നമുക്ക് V1ൽ ഉണ്ടായിരുന്ന ആദ്യം V2ഉം V3യും ഫ്യൂസ് ചെയ്തു, അതിനുശേഷം ആദ്യമേ നോൺ അഡ്ജസൻ്റ് ആയിരുന്ന V4ഉം V1ഉം ആയിട്ട് അഡ്ജസൻ്റ് ആദ്യം ഫ്യൂസ് ചെയ്തു. സോ ഫൈനലി നമുക്കൊരു സിംഗിൾ വേർട്ടെക്സ് V1 മാത്രമായിട്ട് കിട്ടി. അതായത് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അയാൾ ബാക്കിയുള്ള എല്ലാവരുമായിട്ട് അഡ്ജസൻ്റ് ആയിരുന്നു. സോ V2 V3 V4 എല്ലാം ഫ്യൂസ് ചെയ്ത് നമുക്കൊരു സിംഗിൾ റിസൾട്ട് കിട്ടി. ഓക്കെ, നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞു നമുക്ക് എല്ലാ വേർട്ടീസസെങ്കിലും ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ വേർട്ടെക്സ് ഔട്ട്പുട്ടായിട്ട് കിട്ടുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദ ഗ്രാഫ് ഈസ് എ കണക്റ്റഡ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ കമ്പോണൻറ്റ്. ഓക്കെ, സോ സിംഗിൾ വേർട്ടെക്സ് ആയിട്ട് കിട്ടിയതുകൊണ്ട് ദ ഗ്രാഫ് ഈസ് കണക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഇവിടെ ഏതൊക്കെ വേർട്ടീസസ് അഡ്ജസൻ്റ് ആണെന്ന് നോക്കി, ആ കേസിൽ നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി നോക്കി. ദെൻ രണ്ടാമത്തെ ഫ്യൂഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി എന്ന് പറയുന്നത് അവിടെ ഒരു ചേഞ്ചായി 0 ആയി ഇല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്യൂസിങ് പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണക്റ്റഡ്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും കമ്പോണൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ. ഇപ്പോൾ ഈ എക്സാമ്പിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദ ഗ്രാഫ് ഈസ് ഡിസ്കണക്റ്റഡ് ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് 2 components. ദിസ് ഈസ് ദ ഫസ്റ്റ് കമ്പോണൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് ഇതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് എഴുതുന്നത്. അഡ്ജസൻസി മെട്രിക്സ് എഴുതുമ്പോൾ ഫുൾ എല്ലാം ഒരുമിച്ചാണ്. അതായത് ഇതെല്ലാം ഒരു സിംഗിൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് 2 components എന്നേ ഉള്ളൂ. അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ എഴുതുവാണ്. സോ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ദിസ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ഓർ ദ സിംപ്ലി ഇനിഷ്യലി നമുക്ക് ഗ്രാഫ് എന്ന് മാത്രമേ ഉള്ളൂ, ഡിസ്കണക്റ്റഡ് ആണോ ഇല്ലെന്നുള്ളത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത് കൺസിസ്റ്റിംഗ് ഓഫ് 5 വേർട്ടീസസ് V1 to V5. ദെൻ അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് എഴുതുമ്പോൾ ആദ്യം V1ഉമായിട്ട് അഡ്ജസൻറ്റ് V2 മാത്രമേ ഉള്ളൂ. ദെൻ V2 ആയിട്ട് അഡ്ജസൻറ്റ് V1 മാത്രമേ ഉള്ളൂ. V3 ആയിട്ട് അഡ്ജസൻറ്റ് V4 V5. V4 ആയിട്ട് അഡ്ജസൻറ്റ് V3 ആൻഡ് V5. V5 ആയിട്ട് അഡ്ജസൻറ്റ് V3 ആൻഡ് V4. ഓക്കെ, അഡ്ജസൻസി മെട്രിക്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമുക്ക് V1 എടുക്കാം. V1 എടുക്കുമ്പോൾ V1ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ആരൊക്കെയുണ്ട്, V2 മാത്രമേ ഉള്ളൂ. ദെൻ നമ്പർ ഓഫ് നോൺ അഡ്ജസൻസീസ് എത്രയാണ്, കൗണ്ട് 3, ദാറ്റ് ഈസ് V3 V4 ആൻഡ് V5. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന V1 V2 ആയിട്ട് ഫ്യൂസ് ചെയ്യുക. V1 V2 ആയിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ രണ്ടിൻ്റെയും റോസ് എടുക്കുമ്പം ദിസ് 1 1 ആൻഡ് ദിസ് 1 നെക്സ്റ്റ് 1 1 റിമൈനിങ് സീറോസ്. ഓക്കെ, V1 V2 V3 V4 V5 V1 V2 V3 V4 V5. ഓക്കെ, അപ്പോൾ നമ്മൾ V1 V2ൻ്റെ റോ നമുക്ക് ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ 1 1 0 0 0 കിട്ടി. ഇനി കോളം വൈസ് ചെയ്യുവാണെങ്കിൽ 1 1 റിമൈനിങ് എല്ലാം സീറോസ്. ഓക്കെ, അതിൻ്റെ റിസൾട്ട് നമ്മൾ V1ന് കറസ്പോണ്ടിങ് ആയിട്ട് റോയിലും കോളം എഴുതി. ബാക്കി വാല്യൂസ് എല്ലാം അതുപോലെ തന്നെ ഫില്ല് ചെയ്യാം. 0 0 1 1 0 1 0 1 0 1 1 0. ഓക്കെ, ദെൻ V2ൻ്റെ റോയും V2ൻ്റെ കോളവും ഡിസ്കാർഡ് ചെയ്തു. സോ ആഫ്റ്റർ ഫ്യൂസിങ് V1 ആൻഡ് V2 വി ഗോട്ട് V1 V3 V4 ആൻഡ് V5 ആർ ദ വേർട്ടീസസ് 1 0 0 0. ദെൻ ഇവിടെ 0 ആണേ, 0 0 1 1, ദെൻ 0 1 0 1 0 1 1 0. Okay, so here the number of non-adjacent vertices initially is 3. Then after fusing കഴിഞ്ഞു, V1ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള V2 മാത്രമേ ഉള്ളൂ, അത് ഫ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുകയാണ് V1ഉമായിട്ട് ഇനി ആരെങ്കിലും അഡ്ജസൻ്റ് ആയിട്ടുണ്ടോ, ഇല്ല. V3 V4 V5 നേരത്തെ നോൺ അഡ്ജസൻ്റ് ആണ്, ഇപ്പോഴും നോൺ അഡ്ജസൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി V1ഉമായിട്ട് നമുക്ക് ആരും അഡ്ജസൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കതിനെ ഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നമ്മൾ ആദ്യം നേരത്തെ എക്സാമ്പിൾ V1 എടുത്തു, എല്ലാവരുമായിട്ട് ഫ്യൂസ് ചെയ്ത് സിംഗിൾ വേർട്ടെക്സിലെത്തി, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കണക്റ്റഡ്. ഇവിടെ V1 എടുത്തു, V1ഉമായിട്ട് അഡ്ജസൻറ്റ് V2 മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഫ്യൂസിങ് കഴിഞ്ഞിട്ട് വീണ്ടും V1ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് വേറെ ആരുമില്ല. ദാറ്റ് മീൻസ് നമുക്ക് ഇതിനെ ഒരു സിംഗിൾ വേർട്ടെക്സ് ആയിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം ഇത് ഡിസ്കണക്റ്റഡ് ആണെന്നാണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ, അതായത് നമുക്കിവിടെ പകുതി വെച്ച് നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഇനി V1ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് ആരുമില്ല, V2 മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എന്താ, ആ V1നെ V2നെ നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്യും. ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ അതിനെ അങ്ങ് റിമൂവ് ചെയ്യും. V1നെ
V1നെയും V2നെയും നമ്മളങ്ങ് റിമൂവ് ചെയ്തു. സോ വി റിമൂവ് V1 ആൻഡ് V2 ദിസ് ഗ്രാഫ് ആൻഡ് ദ വേർട്ടിസസ് V1 V2 റിമൂവ് ചെയ്തു. ഇനി ആ ഗ്രാഫിൽ വേറെ ഏതെങ്കിലും വേർട്ടിസസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഉണ്ടോ? ഉണ്ട്. V3 V4 V5 ഉണ്ട്. അപ്പോൾ എന്താ, ഇതേ സെയിം പ്രൊസീജിയർ ആ V3 V4 V5 കൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ എടുത്ത V1 V2 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് കമ്പോണൻ്റ് ആണ്. മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് V1 എടുത്തു, V1 അഡ്ജസൻറ്റ് V2 മാത്രമേ ഉള്ളായിരുന്നു, അതിനെ ഫ്യൂസ് ചെയ്തു. പിന്നീട് നോക്കിയപ്പോൾ V3 V4 V5 ഒന്നും അഡ്ജസൻ്റ് അല്ല. സോ ദാറ്റ് മീൻസ് V1 V2നെ റിമൂവ് ചെയ്യുക. അത് റിമൂവ് ചെയ്യുന്ന ആൾ ഒരു കമ്പോണൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ റിമൈനിങ് വേർട്ടിസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? V3 V4 V5 ഉണ്ട്. സോ അതിനെ ഒരു ന്യൂ കമ്പോണൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്ത് വീണ്ടും ഫ്യൂസിങ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഓക്കെ, സോ ഹിയർ കമ്പോണൻറ്റിൻ്റെ വാല്യൂ, അതായത് ഗ്രാഫ് റിമൂവ് ചെയ്യുമ്പോൾ അതിനർത്ഥം എന്താ, ഒന്നിൽ കൂടുതൽ കമ്പോണൻറ്റ്സ് മേ ബി ഉണ്ടായിരിക്കും. സോ കമ്പോണൻറ്റിൻ്റെ വാല്യൂ അവിടെ 2 ആക്കി. ദെൻ നെക്സ്റ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ്. ദാറ്റ് മീൻസ് ഇത്രയും പോർഷൻസ് വെച്ചിട്ട്. ഓക്കെ, ഇത്രയും പോർഷൻസ് V3 V4 V5. ഓക്കെ, ഇനി നമ്മൾ എന്താ, ഇതിൽ ആദ്യത്തെ വേർട്ടെക്സ് V3 എടുത്തു. V3 ആയിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള V4 ഉണ്ട്, V5 ഉണ്ട്. സോ നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി ഈസ് 0. സോ വി ക്യാൻ ഫ്യൂസ് V4 ആൻഡ് V5 വിത്ത് V3 ആൻഡ് V3 1 by 1. ഓക്കെ, അപ്പോൾ ആദ്യം V3യും V4ഉം ഫ്യൂസ് ചെയ്യുക. V3യും V4ഉം ഫ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ റോ വൈസ് ഫ്യൂസ് ചെയ്യുമ്പം 1 ദിസ് 1 1 1. കോളം വൈസ് ഫ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് V3യും V4ൻ്റെയും കോളം വൈസ് ഫ്യൂസ് ചെയ്യുമ്പോഴും 1 1 1. ഓക്കെ, റിമൈനിങ് വാല്യൂ 0 1 1 0. ദെൻ V3 V4ആയിട്ടാണ് ഫ്യൂസ് ചെയ്തത്. സോ V4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം റോയും ഡിസ്കാർഡ് ചെയ്തു. റിമൈനിങ് വാല്യൂസ് എന്ന് പറയുന്നത് 1 1 1 0. V3യും V5. ഇനി എന്താ, V3യും V5ആയിട്ട് ഫ്യൂസ് ചെയ്യുമ്പം റോ വൈസ് ഫ്യൂസ് ചെയ്യുമ്പോൾ 1 1, കോളം വൈസ് ഫ്യൂസ് ചെയ്യുമ്പോഴും 1 1. ഇത് 0. V5ന് കറസ്പോണ്ടിങ് ഡ്രോയിങ് കോളം കൊടുത്തു. സിംഗിൾ വേർട്ടെക്സ് ആയിട്ട് നമുക്ക് ഫ്യൂസ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ എന്താ, രണ്ടാമത്തെ, അപ്പം ഇനി നമുക്ക് വേർട്ടിസസ് ഒന്നുമില്ല. അപ്പോൾ എന്താ, നമ്മൾ ഇതിനെയും നമ്മൾ ഗ്രാഫിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് 2 കമ്പോണൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. നമ്മൾ എല്ലാ വേർട്ടിസസും കൂടെ ഒരൊറ്റ സിംഗിൾ വേർട്ടെക്സ് ആയിട്ട് നമുക്ക് ഫ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലാണ് അവിടെ കമ്പോണൻസ് ഒന്നും അതുപോലെ കണക്റ്റഡും ആകുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി V1 V2നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു, ഒരൊറ്റ സിംഗിൾ വേർട്ടെക്സ് ആക്കി മാറ്റിയില്ല. നെക്സ്റ്റ് V3 V4 V5 കൊണ്ട് ഒരു സിംഗിൾ വേർട്ടെക്സ് ആക്കാൻ പറ്റി. പക്ഷേ ഓൾറെഡി തന്നെ നമുക്ക് V1 V2 ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് കണക്റ്റഡ് അല്ല, ഡിസ്കണക്റ്റഡ് ആണ്. കാരണം അവരെ അവിടെ നിന്ന് മാറ്റുമ്പോൾ എന്തായാലും എന്താ, ഗ്രാഫിനെ നമ്മൾ പകുതി പോർഷൻസ് റിമൂവ് ചെയ്യുമ്പോൾ അതൊരു ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞു. സോ നമുക്ക് രണ്ടാമത്തെ കമ്പോണൻസ് ഇവിടെ നിന്ന് കിട്ടി. V3 V4 V5 ഉള്ള രണ്ടാമത്തെ കമ്പോണൻറ്റും കിട്ടി. സോ ഫൈനലി ഡിസ്കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡിസ്പ്ലേ ഇറ്റ്സ് കമ്പോണൻറ്റ്സ്. ദാറ്റ് ഈസ് കമ്പോണൻറ്റ് 1 C1ൽ V1 V2, കമ്പോണൻറ്റ് 2 C2ൽ V3 V4 V5 ആൻഡ് ദ ഗ്രാഫ് ഈസ് ഡിസ്കണക്റ്റഡ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫിൽ കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതും ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിനകത്തുള്ള ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ ഫ്ലോ ചാർട്ട്. ഓക്കെ, സോ ഫ്ലോ ചാർട്ട് ഇനിഷ്യലി വി ഹാവ് ടു റീഡ് ദ ഗ്രാഫ് G, ദെൻ ഇനിഷ്യലൈസ്. അതായത് നമുക്കൊരു ഗ്രാഫുണ്ട്, ആ ഗ്രാഫിനെ ഇനിഷ്യലൈസ് ചെയ്യുക. നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് ഗ്രാഫിനെ റീഡ് ചെയ്യുക. ദെൻ വി ഹാവ് ടു ഇനിഷ്യലൈസ് എ സബ് ഗ്രാഫ് ഓഫ് G to G. അതായത് നമുക്ക് കിട്ടിയ മെയിൻ ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫിനെ, അതായത് നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടിയതെങ്കിൽ ആ ഗ്രാഫ് G ആയിരുന്നു, അതിനെ ഒരു സബ് ഗ്രാഫ് G ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തു. ഓക്കെ, ദെൻ കമ്പോണൻറ്റ് കൗണ്ട് ഇനിഷ്യലി 1 ആയിട്ട് സെറ്റ് ചെയ്തു, C = 1. ദെൻ സെലക്ട് എ വേർട്ടെക്സ് I in G. ഈ ജിയിലുള്ള ഒരു വേർട്ടെക്സിനെ, അതായത് ഇനിഷ്യലി V1 നമ്മൾ സെലക്ട് ചെയ്തു. V1 V2 V3 V4. ഓക്കെ, V1 നമ്മൾ സെലക്ട് ചെയ്തു. ഫ്യൂസ് ഓൾ വേർട്ടിസസ് അഡ്ജസൻറ്റ് ടു I with I ആൻഡ് കോൾ ദ ന്യൂ വേർട്ടെക്സ് I. ഓക്കെ, അതായത് ഫ്യൂസ് ഓൾ വേർട്ടിസസ് അഡ്ജസൻറ്റ് ടു I. അതായത് നമ്മളിപ്പോൾ V1 ആണ് എടുക്കുന്നതെങ്കിൽ വി ഹാവ് ടു ഫ്യൂസ് ഓൾ ദ വേർട്ടിസസ് അഡ്ജസൻറ്റ് ടു V1 വിത്ത് V1. V1ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസിനെ എല്ലാം V1ഉമായിട്ട് ഫ്യൂസ് ചെയ്യുക. ദെൻ കോൾ ദ ന്യൂ വേർട്ടെക്സ് I. അപ്പോൾ ഫ്യൂസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എന്താ, ആ V1 എന്ന് പറയുന്ന വേർട്ടെക്സ് തന്നെ നമ്മൾ എടുക്കുക. മനസ്സിലായോ?
V1 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ V1-ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ളവരെല്ലാം ഫ്യൂസ് ചെയ്തിട്ട് ആ ഫ്യൂസിങ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ V1-നെ തന്നെ എടുക്കും. ഓക്കെ, ദെൻ ഈസ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് നോൺ അഡ്ജസൻറ്റ് ടു I സെയിം ആസ് ബിഫോർ ഫ്യൂഷൻ. അതായത് ഇനി നമ്മൾ വീണ്ടും ആ രണ്ടാമത്തെ ഫ്യൂസ്ഡ് വേർട്ടെക്സ് V1 എടുത്തതിന് ശേഷം ചെക്ക് ചെയ്യേണ്ടത് എന്താ, നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി സെയിം ആസ് ബിഫോർ ആണോ. അതായത് നമ്മുടെ എക്സാമ്പിളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ V1-ൻ്റെ നമ്പർ ഓഫ് നോൺ അഡ്ജസൻസ് 1 ആയിരുന്നു. ആഫ്റ്റർ ഫ്യൂസിങ് പ്രോസസ് നമ്പർ ഓഫ് നോൺ അഡ്ജസൻറ്റ് എന്തായി 0 ആയി. ദാറ്റ് മീൻസ് അവിടെ ഒരു ചേഞ്ച് വന്നു മീൻസ് എന്താ, 1 0 ആയാൽ മീൻസ് നേരത്തെ ഒരാൾ നോൺ അഡ്ജസൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്ന് കുറഞ്ഞു, അതായത് അയാളും കൂടെ അഡ്ജസൻ്റ് ആയി. ഓക്കെ, സോ ഈസ് ദ നമ്പർ ഓഫ് നോൺ വേർട്ടിസസ് നോൺ അഡ്ജസൻറ്റ് Y സെയിം ആസ് ബിഫോർ ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. അല്ല, ആദ്യത്തെ എക്സാമ്പിളിനെ ബേസ് ചെയ്താണെങ്കിൽ നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി ഫസ്റ്റ് 1 ആയിരുന്നു, പിന്നീട് അത് 0 ആയി ഇല്ലേ, അപ്പോൾ ചേഞ്ച് വന്നു. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് വേർട്ടിസസ് ഈസ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് നോൺ അഡ്ജസൻറ്റ് സെയിം ആസ് ബിഫോർ ഫ്യൂഷൻ. സെയിം ആണോ നോക്കുക. സെയിം അല്ല, ദാറ്റ് മീൻസ് നമ്മുടെ എക്സാമ്പിളിനെ ബേസ് ചെയ്ത് 1 0 ആയി എന്നുണ്ടെങ്കിൽ, സെയിം അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, നോ ആണെങ്കിൽ വീണ്ടും വി ഹാവ് ടു ഫ്യൂസ് ഓൾ ദ വേർട്ടിസസ് അഡ്ജസൻറ്റ് ടു I വിത്ത് I ആൻഡ് കോൾ ദ നോ വേർട്ടിക്സ് I. മനസ്സിലായോ? ആദ്യമേ നമുക്ക് V1 ആയിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള V2 V3 ആയിരുന്നു ഫസ്റ്റ് എക്സാമ്പിളിനെ ബേസ് ചെയ്ത്. നമ്പർ ഓഫ് നോൺ അഡ്ജസൻസ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. ഓക്കെ, അപ്പോൾ V1 V2 V3 ആയിട്ട് ഫ്യൂസ് ചെയ്തു, വീണ്ടും നമ്മൾ V1 തന്നെ എടുത്തു. ദെൻ നമ്മൾ ചെക്ക് ചെയ്യുവാണ് നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി സെയിം ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ കേസ് വന്നപ്പോഴത്തേക്ക് എന്തായി, ഇതിൻ്റെ ഫ്യൂസിങ് പ്രൊസീജിയർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ V4-ഉം കൂടെ V1-ഉമായിട്ട് അഡ്ജസൻ്റ് ആയി. സോ നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി 0 ആയി. ദാറ്റ് മീൻസ് അവിടെ ചേഞ്ച് വന്നു. അപ്പോൾ സെയിം ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സെയിം അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വീണ്ടും ചെയ്യേണ്ടത്, വീണ്ടും സെയിം അല്ല മീൻസ് നേരത്തെ നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആരോ അഡ്ജസൻ്റ് ആയി ഇല്ലേ. എക്സാമ്പിളിനും കൂടെ ബേസ് ചെയ്ത് പഠിക്കണം. നേരത്തെ ഒരാൾ നോൺ അഡ്ജസൻ്റ് ആയിരുന്നു, ഇപ്പോൾ ആ നോൺ അഡ്ജസൻസ് 0 ആയി. ദാറ്റ് മീൻസ് ചേഞ്ച് വന്നു, അതായത് ഈ 1 നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആൾ അഡ്ജസൻ്റ് ആയി. അപ്പോൾ എന്ത് വേണം, ആ അഡ്ജസൻ്റ് ആയ ആളെയും കൂടെ വീണ്ടും നമ്മൾ ഫ്യൂസ് ചെയ്യണം വിത്ത് V1. ഓക്കെ, വീണ്ടും ചെക്ക് ചെയ്തു. അപ്പോൾ V1 V4-ഉമായിട്ട് ഫ്യൂസ് ചെയ്തു, അപ്പോൾ നോൺ അഡ്ജസൻസ് 0 ആയിരുന്നു. V1 V4-ഉമായിട്ട് ഫ്യൂസിങ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എന്താ, നമ്പർ ഓഫ് നോൺ അഡ്ജസൻസ് 0 തന്നെയാണ്, അതായത് നേരത്തെ ഉള്ള സെയിം വാല്യൂ തന്നെ വീണ്ടും വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, we have to delete from G vertex I along with all vertices fused with I. ഓക്കെ, അപ്പം വൺസ് മോർ ഒന്നും കൂടെ പറയാം. നമുക്ക് ആദ്യമേ V1 V2 V3 ആയിരുന്നു അഡ്ജസൻറ്റ്, നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി 1 ആയിരുന്നു. സോ ഇത് രണ്ടും V1-ഉമായിട്ട് ഫ്യൂസ് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ V4-ഉം കൂടെ അഡ്ജസൻ്റ് ആയി. സോ നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി 0 ആയപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വന്നു. സെയിം അല്ല മീൻസ് എന്താ, നമ്മൾ വീണ്ടും തിരിച്ചു പോയി V1 V4-ഉമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ V1-ആയിട്ട് ഇനി അഡ്ജസൻ്റ് ആയിട്ടുള്ള ആരുമില്ല, നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി 0 ആണ്. സോ നമ്മളിവിടെ വന്ന് ഈ ഡയലോഗ് ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി എന്ന് പറയുന്നത് ഫ്യൂഷന് മുമ്പ്, അതായത് V4 ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് 0 ആയിരുന്നു, V4 ഫ്യൂസ് ചെയ്തതിന് ശേഷവും 0 ആണ്. സെയിം ആവുന്ന കേസിൽ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ഡൗൺവേർഡ്സ് പോകണം. ഡൗൺവേർഡ്സ് പോയിട്ട് വി ഹാവ് ടു ഡിലീറ്റ് ഫ്രം G. ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് ഡിലീറ്റ് ചെയ്യണം, V1-ഉമായിട്ട് ഫ്യൂസ്ഡ് ആയിട്ടുള്ള V1 V2 V3 ആൻഡ് V4 എല്ലാം ഡിലീറ്റ് ചെയ്യണം. ആൻഡ് കോൾ ദ റിമൈനിങ് സബ് ഗ്രാഫ് ആസ് G. ഓക്കെ, അപ്പോൾ V1 V2 V3 V4 എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം റിമൈനിങ് ഗ്രാഫിൽ G എന്ന് തന്നെ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, സ്മോൾ g. ദെൻ ഈസ് ദർ എനി വേർട്ടെക്സ് ഇൻ G. ഇനി നമ്മൾ എന്താ, അപ്പോൾ V1 V2 V3 V4 എല്ലാം റിമൂവിന് ശേഷം ആ ഗ്രാഫിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിളിനെ ബേസ് ചെയ്താണെങ്കിൽ ആ ഗ്രാഫിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. നോ ആണെങ്കിൽ വി ഹാവ് ടു പ്രിൻറ്റ് ദ C വിത്ത് ഇറ്റ്സ് വേർട്ടിസസ്, അതായത് C = V1 V2 V3 V4 എന്ന് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് എക്സാമ്പിളിനെ ബേസ് ചെയ്ത് ഞാൻ ഈ അൽഗോരിതം ഒന്നും കൂടെ പറയുവാണ്. സെക്കൻഡ് എക്സാമ്പിൾ V1 V2 then V3 V4 V5. ഓക്കെ, സോ സെക്കൻഡ് കേസിൽ നമ്മൾ ആ ഗ്രാഫിനെ റീഡ് ചെയ്യുക. ഇത് നമ്മുടെ ഗ്രാഫ് G ആയിരുന്നു.
ഓക്കെ, ഇത് ഈ ഫുൾ കമ്പോണൻസും കൊണ്ട് നമ്മുടെ ഗ്രാഫ് ജി ആണ്. അതിനെ നമ്മൾ ജി എന്ന് പറയുന്ന ഒരു സബ് ഗ്രാഫിലോട്ട് അസൈൻ ചെയ്തു. ദെൻ കമ്പോണൻറ്റ് 1 ആക്കി. ദെൻ വി ഹാവ് ടു സെലക്ട് ദ വേർട്ടെക്സ് v1. ഒരു വേർട്ടെക്സ് സെലക്ട് ചെയ്തു. ഫ്യൂസ് ഓൾ ദ വേർട്ടക്സസ് അഡ്ജസൻറ്റ് ടു v1 വിത്ത് v1. ദാറ്റ് മീൻസ് v2 ആയിരുന്നു അതിൽ അഡ്ജസൻറ്റ്. സോ ഇനിഷ്യൽ കേസിൽ v1ഉമായിട്ട് അഡ്ജസൻറ്റ് v2 മാത്രമേ ഉള്ളായിരുന്നു. നമ്പർ ഓഫ് നോൺ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് 3 വേർട്ടക്സസ് ആയിരുന്നു. ഏതൊക്കെയാണ് v3, v4 ആൻഡ് v5. ഓക്കെ, അപ്പം v1 v2 ആയിട്ട് നമ്മൾ ഫ്യൂസ് ചെയ്തു. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാണ് v1ഉമായിട്ട് ഇനി അഡ്ജസൻറ്റ് ആരെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പം നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി 3 തന്നെയാണ്. ദാറ്റ് മീൻസ് എന്താ, നേരത്തെ പോലെ സെയിം തന്നെ ആണ്, ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതായത് നേരത്തെ നോൺ അഡ്ജസൻറ്റ് 3 പേരാണ്, ഇപ്പോഴും നോൺ അഡ്ജസൻസ് 3 പേര് തന്നെയാണ്. സോ ആ കേസിൽ വി ഹാവ് ടു ഡിലീറ്റ് ഫ്രം ജി, അതായത് നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി സെയിം ആണെങ്കിൽ എസ് ആണെങ്കിൽ വി ഹാവ് ടു ഡിലീറ്റ് ഫ്രം ജി ദ വേർട്ടെക്സ് v1 along with the fused vertex, that is v2. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് ഇവരെ രണ്ടുപേരെയും റിമൂവ് ചെയ്തു. ഓക്കെ, റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ഗ്രാഫായിരിക്കും പിന്നീട് ജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താ, ഈസ് ദർ ഇനി വേർട്ടെക്സ് ലെഫ്റ്റ് ഇൻ ജി, ജിയിൽ ഇനി വേർട്ടെക്സ് എന്തെങ്കിലും ലെഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ രണ്ടാമത്തെ എക്സാമ്പിളിനെ ബേസ് ചെയ്താണ് ഉണ്ട്. v3, v4, v5 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എന്താ, അപ്പോൾ കമ്പോണൻറ്റ് നമ്മൾ c ഈക്വൽ ടു c+1 കമ്പോണൻറ്റ് എന്ന് പറയുന്നത് c ഈക്വൽ ടു 2 ആയി. ദെൻ എന്താ, സെലക്ട് ദ വേർട്ടെക്സ് i in g, റിമൈനിങ് ഗ്രാഫിൽ നിന്ന് അടുത്ത വേർട്ടെക്സ് എടുക്കുക. ഈ പ്രൊസീജിയർ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമ്പം നമുക്ക് v3 ആയിട്ട് അഡ്ജസൻറ്റ് v4, v5 ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്യൂസിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് v3 ആയിട്ട് എന്താ ഇനി ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല. സോ ഈ ഗ്രാഫിൽ നിന്ന് ഇവരെയും നമ്മൾ ഡിലീറ്റ് ചെയ്യും. ഇവരെയും ഡിലീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഗ്രാഫിൽ ഇനി ആരും ഇല്ല. അങ്ങനെ ആരും ഇല്ലാത്ത കേസിൽ വി ഹാവ് ടു പ്രിൻറ്റ് ഈച്ച് കമ്പോണൻറ്റ്സ് വിത്ത് ഇറ്റ്സ് വേർട്ടെക്സ്. അപ്പോൾ നമ്മൾ c1ഉം c2ഉം കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ അൽഗോരിതംസ് പഠിക്കണം, ഫ്ലോ ചാർട്ട് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിൾസ് രണ്ടും നന്നായിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം ആ എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് റീഡ് ദ ഗ്രാഫ്, ദെൻ ദാറ്റ് ഗ്രാഫ് ഈസ് ഇനിഷ്യലൈസ്ഡ് ആസ് എ സബ് ഗ്രാഫ് സ്മോൾ g, component value first initial value c equal to 1. Then we have to select a vertex, fuse all the vertices adjacent to the selected vertex with the selected vertex. Then we again take the selected vertex, fused vertex ഒന്നും കൂടെ എടുത്തിട്ട് നമ്പർ ഓഫ് നോൺ അഡ്ജസൻസ് സെയിം ആണെന്ന് നോക്കാം. സെയിം ആണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വേർട്ടെക്സും അതുമായിട്ട് ഫ്യൂസ് ചെയ്ത ആൾക്കാരും ആ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് റിമൈനിങ് എന്തെങ്കിലും ഗ്രാഫിലുണ്ടെങ്കിൽ അതിനെ സ്മോൾ g ആയിട്ട് അസൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഇൻ കേസ് നമ്പർ ഓഫ് നോൺ അഡ്ജസൻസി ഡിഫറെൻ്റ് ആണെങ്കിൽ, സെയിം അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ വേർട്ടെക്സുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ആരാണോ അവരെ ഫ്യൂസ് ചെയ്യുക. അങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് എന്ത് വേണം, നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് ആ വേർട്ടെക്സും ആ വേർട്ടെക്സുമായിട്ട് ഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളങ്ങ് റിമൂവ് ചെയ്തതിന് ശേഷം ഗ്രാഫിൽ പിന്നീട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഗ്രാഫിൽ പിന്നീട് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക. ഗ്രാഫിൽ പിന്നീട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അടുത്തൊരു കമ്പോണൻറ്റ് അവിടെ ഉണ്ടെന്നാണ്. വീണ്ടും നമ്മൾ ആ കമ്പോണൻറ്റിൽ നിന്ന് അടുത്ത ആളെ എടുത്ത് ഈ ഫ്യൂസിങ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇതാണ് ദിസ് അൽഗോരിതം ഫോർ കണക്റ്റഡ്നെസ് ആൻഡ് കമ്പോണൻറ്റ്സ്. ഓക്കെ, താങ്ക് യു.